ഓക്കെ, ഇനി മുതൽ നിങ്ങൾ അങ്ങനെ വിളിക്കേണ്ടതാണ്. പക്ഷെ ഞാനൊരു സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ്. കാര്യം അതൊരു അപ്കമിങ് ഒരു സർപ്രൈസ് ആണ്. സോ നമ്മളത് കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷെ വൈറലായിട്ട് എല്ലാവരും അറിഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഇവരൊരു സേവ് ദ ഡേറ്റ് വീഡിയോ റിലീസ് ചെയ്തതിന് ശേഷം എല്ലാവരും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചു, ഇവർ കല്യാണം കഴിച്ചോ കഴിച്ചിട്ടില്ലേ? ഒരു വളരെ സ്മാർട്ട് ആയിട്ടുള്ളൊരു പ്രോമോ തന്നെയാണ്. ആരാണ് ഇതിൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്നുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ എങ്ങനെയാണ്? ആൻഡ് ഓൾസോ ഞാൻ ചിത്രയുടെ ഫേസ്ബുക്ക് പേജിൽ കണ്ടിരുന്നു, അതായത് അമ്മയ്ക്ക് അറിയാമായിരുന്നു പക്ഷേ അച്ഛനും ഫ്രണ്ട്സും ഞെട്ടി എന്ന് പറഞ്ഞിട്ട്. സോ വാട്ട് വാസ് ദ റിയാക്ഷൻ? വീട്ടിലൊക്കെ അറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? ഇതെല്ലാവരോടും പറഞ്ഞിട്ടായിരുന്നോ ചെയ്തേ? എന്തായിരുന്നു ഒരു സിറ്റുവേഷൻ? അതൊന്ന് പറയാമോ? അത് ഭയങ്കര വെറൈറ്റി പരിപാടി. പറയല്ലേ പറയല്ലേ എന്ന് കൈയൊക്കെ ഇവിടുന്ന് കാണിക്കുന്നുണ്ട്. പറയാൻ പറ്റുന്നത് നമ്മളോട് പറഞ്ഞാൽ മതി. ഭയങ്കര വെറൈറ്റി പരിപാടിയായിരുന്നു അത്. പിന്നെ ഐഡിയ നമ്മുടെ ഇങ്ങനത്തെ എല്ലാ ഐഡിയയും നമ്മുടെ ക്യാപ്റ്റൻ രതീഷേട്ടൻ്റെ ഐഡിയ ആയിരുന്നത്. ആദ്യം കുറേ ഫ്രണ്ട്സൊക്കെ ഞെട്ടിപ്പോയി. നമ്മളാരും അങ്ങനെ പുറത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എല്ലാവരും ഞെട്ടി. കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചു. പിന്നെ നന്നായി മക്കളെ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ 16 തീരുന്നതാണ്. സസ്പെൻസ്. യെസ്, ചിത്രയ്ക്ക് എന്താണ് പറയുന്നത്? എന്നോട് രാജേഷേട്ടനെ വന്നതിനേക്കാൾ കോമൺ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞു ആ കള്ളനെ ഞാൻ ഇന്നലെയും കൂടി കണ്ടത്, എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതായിരുന്നു റിയാക്ഷൻ. ഏറ്റവും ഒരു ഷോക്ക് ചെയ്ത ഒരു റിയാക്ഷൻ എന്തായിരിക്കും? ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞ ഒരു ഞെട്ടിക്കുന്ന കമന്റ് എന്തെങ്കിലും സേവ് ദ ഡേറ്റിനെ പറ്റി? എപ്പോഴും സംസാരിക്കുന്നില്ല, ചാറ്റ് ചെയ്യുന്നില്ല, അറിയാതെ ഇങ്ങനൊരു കാര്യം ചെയ്ത് സങ്കടം അല്ലേ? ഓക്കെ, സോ ഈ പറഞ്ഞ പോലെ മെയ് 16 സസ്പെൻസ് ഒക്കെ പൊട്ടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഒരു സിനിമ വരികയാണ്. ആ സിനിമ പെട്ടെന്ന് തന്നെ എന്താണത് മാറിക്കിട്ട് അഭിനയിക്കുന്നുണ്ടെന്നും എല്ലാം നമ്മൾ അറിയും. Just few seconds from now, stay right where you are. Once again, can we give a huge round of applause for these amazing stars at the Lulu Fashion Week 2024. Thank you so much. Very good. Hi, hello. How are you? All good. How are you? എല്ലാവർക്കും സുഖമാണോ? Hope you all are having a wonderful day, wonderful night actually. Thank you. സർ പറഞ്ഞോ, ലുലുവിൻ്റെ ഫസ്റ്റ് അവാർഡ് മേടിക്കുന്നത്, ലുലു ഫാഷൻ അവാർഡ് മേടിക്കുന്ന ഓർമ്മയുണ്ടോ സാറിന്? ഫ്യൂ ഇയേഴ്സ് ബാക്ക്. It is so good to have you back. Thank you so much for coming here. We have all been waiting for a while for you here. Sir, വന്നതിന് ഒരു റീസൺ കൂടിയുണ്ട്. Am I right? സാറിൻ്റെ അടുത്ത പുതിയ മൂവി റിലീസ് ചെയ്യാൻ പോവുകയാണ്. സോ സാറിൻ്റെ ഒരു ഇമോഷൻ ഈ സമയത്ത് എന്താണ് പറയുക? വളരെ ആകാംക്ഷയോടെ വളരെ എക്സൈറ്റായിട്ട് കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് ഞാൻ തന്നെ ചെയ്ത ഒരു സിനിമയുടെ. അതിലുണ്ടായിരുന്ന 2 കഥാപാത്രങ്ങളുടെ സ്പിൻ ഓഫ് എടുത്തിട്ട് പുതിയ ആളുകൾ ഇതേപോലത്തെ ഒരു സ്പിൻ ഓഫ് ആയിരുന്നു. ഇതാരുടെ സ്പിൻ ഓഫ് ആണെന്ന് ഓക്കെ. അപ്പം അത് ഇല്ലാത്ത കേസുകളുടെ സിനിമയിലെ സുരേഷിനെയും സുബലനെയും അവരുടെ ഒരു ഹൃദയഹാരിയായ പ്രണയകഥയാണ്. അതേ പേരിൽ സിനിമയായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ഒരു സോങ് റിലീസ് ചെയ്യുമ്പോൾ ഇവിടെ ഇറക്കാൻ പോവുകയാണ്. അതിൻ്റെ മെയിൻ ആക്ടേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, മെഹബൂബ് എല്ലാവരും ഉണ്ട്. അതിൻ്റെ മെയിനാണ് ഇവിടെ മുറിയിൽ ഇതുകൊണ്ട് നിതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. സോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീമിൻ്റെ കൂടെ വീണ്ടും ഒന്ന് ചേരാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് സോ ദാറ്റ് എക്സൈറ്റ്മെൻറ്റ് ആ സിനിമയിലൂടെ റിലീസാകുന്ന സിനിമയിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ കീപ്പിംഗ് ഫിംഗേഴ്സ് ക്ലോസ്ഡ്. Fantastic. We are also really looking forward to it. ഞാനും കണ്ടിരുന്നു ട്രെയിലർ ആൻഡ് ഓൾസോ ഒരു പാട്ട് കണ്ടിരുന്നു. ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ്. ഇറ്റ്സ് റിയലി ഗുഡ്. സോ ഞാൻ ബാക്കി ക്രൂവിനെ ഇൻവൈറ്റ് ചെയ്യാണ് സ്റ്റേജിലേക്ക്. ഡയറക്ടർ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ എല്ലാവരും സ്റ്റേജിലേക്ക് വരുമ്പോൾ നല്ലൊരു കൈഡ് കൊടുക്കുക. ഓൾസോ ഇൻവൈറ്റിംഗ് ചിത്ര നായക്, രാജേഷ് മാധവൻ, ജിനു ജോസഫ് ആൻഡ് സുധീഷ്. പ്ലീസ് ഗ്രേസ് ദ സ്റ്റേജ്. സുരേഷിന്റെയും സുബലന്റെയും ഹൃദയഹാരിയായ പ്രണയകഥ. ശരണ്യ, പ്ലീസ് raise the stage. Yes. എല്ലാവരും കുറച്ചൊന്ന് സ്പ്രെഡ് ഔട്ട് ആയിട്ട് നിന്നാണ് നമുക്ക് ഫോട്ടോസ് എടുക്കാനും. യെസ്, ഗ്രേറ്റ്. സോ വി ഹാവ് the crew here with us. ഒരു റൊമാൻറ്റിക് കോമഡി ആണ് അല്ലേ സർ മൂവി? വുഡ് യു ലൈക്ക് ടു സേ സംതിങ്? മൂവി എന്താണെന്നുള്ളത് ടു എവ്രിവൺ ഹിയർ. മൂവിയെ കുറിച്ചോ? മൂവി ഒരു കോമഡി മൂവിയാണ്. നോർമലി കോമഡി മൂവി എടുക്കാൻ കഴിയും. അതുകൊണ്ട് ഇതൊരു കോമഡി മൂവിയാണ്. സുരേഷിൻ്റെയും സുലതയുടെയും ഹൃദയഹാരിയായി വന്നേക്കഥ. നിങ്ങൾ
സുരേഷിനെയും സുമലതയുടെയും ഒന്നാം കേസും സിനിമ കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞത് കൊണ്ടാണ് ഈ ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറായത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട സുരേഷിനെയും സുമലതയും തന്നെ ഈ സിനിമയിലും കാണാൻ പറ്റുമെന്ന് നമ്മൾ എല്ലാവരും ഉറപ്പ് തരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതും. പിന്നെ ചാക്കോച്ചനുണ്ട് ഇതിനകത്ത് ചെയ്യുന്നത്. ശരിക്കും ഈ സിനിമയിൽ ഗന്ധർവന്റെ റോളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ആഹാ അടിപൊളി, ഞാൻ ഗന്ധർവന്റെ സിനിമ കണ്ടിട്ടുള്ളതാണ്. രണ്ടാം കേസിന്റെ കഴിഞ്ഞ് അദ്ദേഹം എടുക്കുമ്പോൾ ആ ഗന്ധർവനെ ഞാൻ വിചാരിച്ചതിനേക്കാൾ ഒരു ഐറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ഞാനിവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു 150 വേറെ ഗന്ധർവന്മാരവിടെ ഉണ്ടാവുന്നത്. ഇങ്ങനെ നമ്മളെ വാരുന്ന ഒരു ടീമാണ്. പക്ഷേ ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ഈ പറയുന്ന പോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉള്ള ഒരു സിനിമയാണ് സുരേഷും സുമലതയും എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. സോ തിയേറ്ററിൽ നിന്ന് കാണാനായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആണ് ഞാനും. ഹോപ്പ്ഫുള്ളി ദ ഫിലിം ഷുഡ് ഡു വെൽ. For sure. എല്ലാവരും ഒരു വാക്ക് സംസാരിക്കാൻ മൂവിയെ പറ്റി. അതെ, കഴിഞ്ഞ ഒന്നാം കേസുകളിൽ ചെറിയ ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതിന് സ്വീകരിച്ച പോലെ പടം വരുമ്പോൾ ഫുൾ ലെങ്ത്തിൽ സ്വീകരിക്കണം എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത്. ചിത്ര, സിനിമയെ പറ്റി സൂപ്പർ സ്റ്റാർ വന്നിട്ടുണ്ട്. Of course. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നാത്താൻ കേസുകോട് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ സുരേഷിൻ്റെയും സുമലതയുടെയും കുടുംബത്തിലെ ഒരംഗമാവാൻ എനിക്കും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് എല്ലാ പിന്തുണയോടും കൂടി എല്ലാ സപ്പോർട്ടോടും കൂടി കൊഴുമ്പൽ രാജീവനായി നമ്മുടെ കുഞ്ചാക്കോ ബോബൻ വീണ്ടും ഇതിൽ പുനരവതരിക്കുകയാണ്. ഇതിൽ വളരെ നല്ലൊരു വേഷം ചെയ്യാൻ സാധിച്ചതിൽ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിനോടും നമ്മുടെ ഹോൾ ക്രൂവിനോടും എല്ലാവിധ നന്ദിയും പറയുന്നു. ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്, സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ മെയ് 16 നമ്മുടെ മുമ്പിൽ എത്തുകയാണ്. എല്ലാവരും തീർച്ചയായിട്ടും കാണണം, നമ്മളെല്ലാം പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സർ. ചിത്ര, രണ്ട് വാക്ക്. സുമലതയെയും സുരേഷേട്ടനെയും എല്ലാവരും സ്വീകരിച്ചത് പോലെ ഈ ഒരു ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറയുന്ന മൂവി എല്ലാവരും സ്വീകരിക്കുന്നു, വിശ്വസിക്കുന്നു. സന്തോഷമുണ്ട്. ഇങ്ങനൊരു വേദിയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്. എന്തൊക്കെയാണ് പറയണതെന്ന് അറിയില്ല, പേടിയുണ്ട്. ഒരുമാതിരി ഒരു കിട്ടുണ്ണിയേട്ടൻ്റെ അവസ്ഥയുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. മെയ് 16 എല്ലാവരും ഇത് കാണുക. സത്യം. താങ്ക് യു. താങ്ക് യു. ശരണ്യ. എനിക്ക് ഇവർ പറഞ്ഞതിനപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല. അല്ല, സുരേഷിൻ്റെയും സുമലതയുടെയും കഥയുടെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. പിന്നെ 2 ദിവസം മുന്നേ ഇവിടെ വന്ന് ഞാൻ അതെ, ഞാനത് പറയുകയായിരുന്നു. ശരണ്യ ഓൾറെഡി ഇവിടെ വന്ന് നമ്മുടെ റാമ്പ് ഓൺ ഫയർ ഓൾറെഡി 2 ദിവസം മുന്നേ. യെസ്. അപ്പം അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. ഒത്തിരി സന്തോഷം. താങ്ക് യു. ഗ്രേറ്റ്. സോ ലെറ്റ്സ് മൂവ് ഓൺ. നമുക്കിപ്പോൾ ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ ആണുള്ളത്. സേവ് ദ ഡേറ്റ് വീഡിയോ നമുക്ക് കാണാം. ചാക്കോച്ചനോട് താങ്ക്സ്. ചാക്കോച്ചനോട് വലിയ താങ്ക്സ്. ചാക്കോച്ചൻ ഈ സിനിമയിൽ 4-5 ദിവസമാണ് അഭിനയിച്ചത്. പൈസ വാങ്ങിയിട്ടില്ല എന്നുള്ള സത്യം ഞാൻ പറയുന്നില്ല. അതിന് പകരമായി കുറേ സമ്മാനങ്ങൾ എനിക്ക് തരികയും ചെയ്തു. അത് ഗന്ധർവന്റെ റോഡ് പ്രതികരിച്ചിട്ടില്ല. അതാണ് ഇപ്പോഴാണ് എനിക്ക് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇത്രയും നേരം നമ്മുടെ പരിപാടികൾ കണ്ട എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. പറ്റുമെങ്കിൽ സൗകര്യം അനുസരിച്ച്, കാലാവസ്ഥ അനുസരിച്ച്, കയ്യിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എല്ലാവരും മെയ് 16 തിയേറ്ററിൽ എത്തുമെന്ന് വിചാരിക്കുന്നു. ഈ ബ്ലൂ ഈവൻസ് അതുകൂടാതെ ഇവിടെ കൂടിയ മുഴുവൻ ആൾക്കാർക്കും എൻ്റെ ഹൃദയകാരിയായ പ്രണയകഥയുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ചാക്കോച്ചൻ ഒരിക്കൽ കൂടെ ചാക്കോച്ചൻ ഇത് ഇങ്ങനെയുള്ള രീതിയിൽ പറയുന്നതിന് കേട്ടിട്ടുണ്ട്. ഇന്നത്തെ കേസുകൾ എന്ന സിനിമ എനിക്ക് തന്ന ഏറ്റവും നല്ല സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് ചാക്കോച്ചൻ്റെ സൗഹൃദം. സോ അത് ഒരു
വേദിയിൽ തന്നെ പറയുക എന്നതാണ് നല്ലത്. താങ്ക് യു ചാക്കോച്ച. താങ്ക്സ് ഫോർ കമ്മിങ്. സഹിച്ചതിന് നന്ദി.